കള്ളൻ വിജയന് ലാൽസലാം. കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാണ്, തിരുവനന്തപുരത്ത് നിന്നും ഇറങ്ങേണ്ടിയിരുന്ന ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു. വാർത്ത വളരെ സിമ്പിളാണ്. വാർത്ത ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇറക്കുന്നില്ല. എന്താണ് ഈ സാങ്കേതിക കാരണം? തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ വീട്ടുകാർ അച്ഛൻ സ്നേഹത്താൽ വിളിക്കുന്ന കള്ളൻ എന്ന് വിളിക്കുന്ന വിജയൻ, കള്ളൻ വിജയൻ്റെ ധന്യ നാടകവേദി മൂത്തേടം പി ഒ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ കള്ളൻ വിജയനെ കുറിച്ചുള്ളൊരു കഥ, അദ്ദേഹത്തിൻ്റെ ജീവിത കഥ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലെ 4-ാം പേജിൽ എഡിറ്റർമാരിൽ ഒരാളായ KR അജയൻ എഴുതുന്നു. സിമ്പിളാണ്. കഥ അച്ചടിച്ചു വന്നതിന് ശേഷമാണ് ഇത് വിതരണം ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയും ഫസ്റ്റ് പേജിൽ VS അച്യുതാനന്ദൻ്റെ പേര് കിടക്കുകയും ലാസ്റ്റ് പേജിൽ കള്ളൻ വിജയൻ എന്നൊരു ലേഖനം കിടക്കുകയും ചെയ്താൽ അത് കൂട്ടി വായിക്കപ്പെടുകയും വിജയൻ കള്ളൻ തന്നെ, അത് ഈ വിജയൻ തന്നെ, പിണറായി വിജയൻ തന്നെ, പുല്ലമ്പാറ വിജയനല്ല എന്ന് പറഞ്ഞ് ആളുകൾ ട്രോളും. അത് വലിയ വിശേഷമാകും. അത് ദേശാഭിമാനി കള്ളൻ വിജയൻ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വരും എന്ന് പറഞ്ഞ് ആ ലേഖനം ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്ത് കൊടുത്തില്ല. എന്നാൽ ശരി, കൊടുത്തില്ല. ഇതിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായിട്ടുള്ള P രാജീവ്, നമ്മളെ ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠ ഘടകത്തിൻ്റെ വലിയ നേതാവായിട്ടുള്ള ആത്മനിഷ്ഠ വ്യക്തിനിഷ്ഠ ഘടകത്തിൻ്റെ വലിയ മുതലാളിയെ മന്ത്രിയാവാൻ പോയപ്പോൾ അതിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ സ്ഥാനം മാറി MLA ആയിട്ട് മത്സരിച്ചപ്പോഴും നിന്ന് നിൽക്കാൻ പറ്റിയില്ല. ആ സ്ഥാനത്തേക്ക് അടുത്ത താത്വികാചാര്യനായ അടുത്ത സെക്കൻഡ് സർസംഘചാലക് കഴിഞ്ഞാൽ ഉപ സർസംഘചാലക് എന്ന് പറയുന്ന സ്വരാജ് സാർ വന്നു. തൃപ്പൂണിത്തറ മത്സരിച്ച് തോറ്റു, പിന്നെ ഒരു പ്രാവശ്യം ജയിച്ചു. അത് കഴിഞ്ഞ് നിലമ്പൂർ പോയി ഐഷയുടെ നിലമ്പൂർ ഐഷയുടെ നാട്ടിൽ പോയി നിലമ്പൂർ സുൽത്താൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ കൊച്ചു സുൽത്താൻ ആര്യാടൻ ഷൗക്കത്തിനോട് മത്സരിച്ച് പാട്ടും പാടി തോറ്റു. അവിടെ KR മീര എന്ന് പറയുന്ന സിനിമ എഴുത്തുകാരിയും കൂടെയൊക്കെ പോയി പ്രവർത്തിച്ചിട്ടും തോറ്റുപോയി. കൃത്യമായി വലിയ എഴുത്തുകാരനും അതിനേക്കാൾ വലിയ വായനക്കാരനും അതിനേക്കാൾ വലിയ ആളുമായിട്ടുള്ള സ്വരാജ് അസംബ്ലിയിൽ ഇല്ലെങ്കിൽ അസംബ്ലിയുടെ താഴികക്കുടങ്ങൾ ഇടിഞ്ഞു വീഴുമെന്നും ഒരുപക്ഷെ അസംബ്ലിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാം പൊട്ടി ഒഴിക്കുന്ന പോലെ അസംബ്ലി പൊട്ടിപ്പോകുമെന്നുമൊക്കെ, ചിലപ്പോൾ അത് ഭൂകമ്പമാകാം, അഗ്നിപർവ്വത സ്ഫോടനമാകാം, അല്ലെങ്കിൽ അത് ചോർന്ന് മഴ നിറഞ്ഞ് വെള്ളപ്പൊക്കത്തിലൂടെ അസംബ്ലി ഇല്ലാതാവും. അതുകൊണ്ട് തീർച്ചയായും സ്വരാജ് അസംബ്ലിയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ കുറച്ച് വെള്ളം കയറിയെന്നാണ് കേൾക്കുന്നത്. പുറത്തൊക്കെ ഈ ഇതിൻ്റെ മഴയുടെ ഭാഗമായി സ്വരാജ് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വളരെ വലിയ ഒരു ചർച്ചയാണ് അന്ന് മീര ഉയർത്തിവിട്ടത്. സ്വരാജ് ഇല്ലെങ്കിൽ പിന്നെന്ത് കേരള അസംബ്ലി എന്നുള്ളതാണ്. പുളിയില്ലെങ്കിൽ പിന്നെന്ത് രസം എന്ന് ചോദിക്കുന്ന പോലെ സ്വരാജ് ഇല്ലെങ്കിൽ പിന്നെന്ത് അസംബ്ലി എന്ന് ചോദിച്ചിരുന്നു KR മീര. പക്ഷേ മീരയെ കൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചു. അപ്പോൾ അങ്ങനെ വന്ന M സ്വരാജാണ് ഇതിൻ്റെ നേതാവ്. അദ്ദേഹമാണ് റെസിഡൻറ്റ് എഡിറ്റർ. അദ്ദേഹം പച്ചക്കള്ളം പറയുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം VS എന്ന് പറഞ്ഞു എന്ന ഒരു വാർത്ത ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് ശക്തമായി എതിർത്ത ആളാണ് സ്വരാജ്. VS ശക്തമായി വിശ്വസിക്കുന്നു M സ്വരാജാണ് അത് എഴുതി പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലാണ് ആദ്യമായി വന്നതെന്നും ശക്തമായി അന്നും ഇന്നും VS വിശ്വസിക്കുന്നു. VS മരിച്ചുപോയി. അരുൺകുമാറും അത് വിശ്വസിക്കുന്നു. കൃത്യമായി VS പക്ഷത്ത് നിൽക്കുന്നവർ വിചാരിക്കുന്നത് പിണറായിയെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി M സ്വരാജ് അങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ്. രണ്ടാമതൊരു വട്ടം കൂടി വീണ്ടും പിണറായി സ്തുതിക്ക് വേണ്ടിയാണോ സ്വരാജ് നിർഭയം നിശേഷം അല്ലെങ്കിൽ സുതാര്യമായി ഒരു അഭിപ്രായം പറയാതിരുന്നത്? ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ യുഗത്തിൽ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വരാജ്യമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് തങ്ങളെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇവിടുത്തെ പ്രധാന വിഷയമെന്നും പറയുന്നത് എഴുതാനും ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളവ ധരിക്കാനുമൊക്കെയുള്ള വലിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നതെന്നും നരേന്ദ്രമോദിയും പിന്നെ അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ വളരെ വലിയ തെമ്മാടിത്തരമാണ്, തെറ്റാണ്, കുറ്റമാണ് കാണിക്കുന്നത്. കാരണം കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന
സ്വരാജ് തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനൊരു ലേഖനമേ ഇല്ല. അതേസമയം ഇല്ലാത്ത ലേഖനമാണെങ്കിൽ പിന്നെന്തിനാണ് അജയൻ്റെ പേരിൽ കത്ത് കൊടുത്തത്, അജയൻ്റെ കയ്യിൽ നിന്ന് മറുപടി വാങ്ങിയത്? എന്തായാലും അജയൻ പാർട്ടിക്ക് കത്ത് കൊടുത്തു, പാർട്ടിക്ക് അത് തൃപ്തിയായില്ല, പാർട്ടി അജയനെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇതിനിടയിൽ ഈ അജയൻ എന്ന് പറയുന്ന ആൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയതാണ് ലേഖനം, ആ ലേഖനത്തിൽ എന്താണ് കുഴപ്പം? കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ വിജയൻ പിണറായി വിജയൻ ആവുന്നത് എങ്ങനെ? അങ്ങനെ ഇനി ഇപ്പോൾ രാജ്യത്തുള്ള ഏതെങ്കിലും കള്ളന്മാരെ പിടിച്ചാൽ, ഒറിജിനൽ കള്ളന്മാരെ പിടിച്ചാൽ അയാളുടെ പേര് വിജയനാണെങ്കിൽ പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ കൊലപാതകം നടത്തിയാൽ വിജയനാണ് പേരെങ്കിൽ പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വിജയൻ എന്നുള്ള പേരിൻ്റെ മുൻപിലും പിൻപിലും ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വലിയ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതൊരു വലിയ വിഷയമാണ്. എന്തായാലും കറുപ്പ് കണ്ടാൽ, കറുപ്പിന് ഏഴഴകാണെന്ന് നമ്മൾ പറയുമെങ്കിലും കറുപ്പ് കണ്ടാൽ അലർജിയുള്ള, വിദ്യാർത്ഥികളെ കണ്ടാൽ അലർജിയുള്ള, യുവാക്കളെ കണ്ടാൽ അലർജി ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു നമ്മൾക്ക് നിർഭാഗ്യവശാലോ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കറുപ്പിനോടുള്ള അദമ്യമായ ആഗ്രഹവും, അദ്ദേഹം കറുപ്പിനെതിരെ ആരെങ്കിലും കറുപ്പ് ആയിട്ട് അദ്ദേഹം നടക്കുമ്പോൾ, കറുത്ത കാറിലൊക്കെ നടക്കുമ്പോൾ വേറെ ആരെങ്കിലും കറുപ്പുമായി വന്നാൽ അതൊരു എതിർപ്പാവില്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറുപ്പ് തന്നെ നിരോധിക്കാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ കറുത്ത ഗൗണിട്ടവരെ, കറുത്ത ഉടുപ്പിട്ടവരെ, കറുത്ത കുട പിടിച്ചവരെ, കറുത്ത തലമുടിയുള്ളവരെ ആരെയും റോഡിൽ കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് കരുണാകരൻ കാറിൽ പോകുമ്പോൾ വലിയ ശബ്ദവും ബഹളവും കൂടിയാണ് കരുണാകരൻ പോകുന്നത്. അദ്ദേഹം ഗർജിക്കുന്ന സിംഹം പോലെയാണ്. കേരളത്തിൽ വലിയ ഇതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് വാഹനങ്ങളില്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. കേരളത്തിൻ്റെ ലീഡർ തന്നെയായിരുന്നു കരുണാകരൻ. വേഗതയുടെ കാര്യത്തിൽ കരുണാകരൻ അഗ്രഗണ്യനായിരുന്നു. എന്നാൽ അതിനെയും കവച്ചു വയ്ക്കുന്ന, എല്ലാ മുഖ്യമന്ത്രിമാരെയും കവച്ചു വയ്ക്കുന്ന വലിയ ഒരു വളരെ വലിയ ഒരു സ്പീഡിൽ പോവുകയും, ഈ റോഡിലൊന്നും ഒരു മനുഷ്യൻ കയറി നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കറുത്ത കൊടിയൊന്നും വെച്ച് ആരും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള വളരെ വലിയ കറുപ്പിൻ എന്ന് പറയുന്ന സംവിധാനത്തോട് തന്നെ വലിയ വിഷയവും ഒക്കെ വന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു വിഷയം കയറി വന്നത്. അത് വിജയൻ എന്ന് പറയുന്ന പേര് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കള്ളം പറഞ്ഞാണ് സ്വരാജ് കള്ളം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വിജയൻ എന്ന പേര് ലേഖനം വന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആ ലേഖനം അടച്ചു, അല്ലെങ്കിൽ ആ മാഗസിൻ അടച്ചു, വിറ്റില്ല എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും സ്വരാജ് കള്ളമാണ് പറയുന്നത്. നമുക്കിത് കാത്തിരുന്ന് കാണാം എന്താണ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിവാദം വന്ന്. എന്തായാലും വിജയൻ എന്ന പേര് കള്ളനും ഇടരുത്, ആർക്കും ഇടരുത്. ആ പേര് കേട്ടാൽ നമുക്ക് ഹാലിളകും.